അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ അക്സ റേച്ചൽ മോളാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ വിടുവിച്ച അത്ഭുതകരമായ വിടുതലുകളെക്കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ബ്ലഡ് ക്യാൻസർ രോഗത്താൽ അതീവ ഗുരുതരമായി തിരുവനന്തപുരം RCCയിൽ നിന്ന് മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം വിടുവിച്ച വിടുതലുകളെക്കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അസാധാരണമായ ഒരുപാട് അനുഭവങ്ങൾ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയും. ദൈവം തന്നെ തൊട്ട് സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഈ സാക്ഷ്യം നിങ്ങൾക്കേവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ പ്രിയ അക്സ മോളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. കർത്താവിന്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ പകൽ അരോമ ടി വിയോടുകൂടി ഏഴയാകുന്ന നടിയനും ദാനമായി തന്ന പൈതലിനും ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വിശേഷാൽ ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനും ഞങ്ങളെ ഈ മീഡിയയിലൂടെ വീക്ഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷം നിറഞ്ഞൊരു പകൽ നമുക്ക് ദാനമായി ദൈവം നൽകുവാനിടയായി. ഈ പകൽ കർത്താവിൽ നിങ്ങൾ ക്രിസ്തുവിൻ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു അത്ഭുതവുമായാണ് ഞങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാനിടയാകുന്നത്. എൻ്റെ പേര് പാസ്റ്റർ സന്തോഷ് ചങ്ങനാശ്ശേരി. എൻ്റെ വൈഫിൻ്റെ പേര് നിഷ സന്തോഷ്. എനിക്ക് ദാനമായി 3 തലമുറകളെ ദൈവം നൽകുവാനിടയായി. 2 ആൺമക്കളും ഒരു പെൺകുഞ്ഞും. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ അനുഗ്രഹമായി ഞങ്ങൾ കുടുംബമായി ചെയ്തു വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഫിലദൽഫിയ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭയോട് ചേർന്ന കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ദൈവദാനമായി തന്ന പെൺകുഞ്ഞിന് ഒരു പ്രത്യേകമാകുന്ന 2022 വന്ന ഒരു പ്രത്യേകമാകുന്ന അസുഖം പറഞ്ഞാൽ മാരക രോഗം. ആ രോഗത്തിൽ നിന്ന് കുഞ്ഞിനെ ദൈവം വിടുവിച്ച വിടുതലിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പകലിലൂടെ സാക്ഷീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വിടുതലിന്റെ സാക്ഷ്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ വചനം പറയുന്നത് പോലെ കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല എന്നും ഇന്നും അവന്റെ ചെവി മന്ദമായിട്ടില്ല എന്നും ആ വചനപ്രകാരം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെ ഞങ്ങൾ വർണ്ണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രദർ കാർത്തിക എന്ന് പറഞ്ഞ പ്രിയ ബ്രദർ, അപ്പോൾ തന്നെ ഒരിക്കൽ കൂടി ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിൽ ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ദാനമായി തന്ന 3ാമത്തെ മകളാണ് എന്നോട് കൂടെ ആയിരിക്കുന്നത്. മോളുടെ പേര് അക്സ റേച്ചൽ എന്നാണ്. കുഞ്ഞിനെ ഉണ്ടായ ഒരു വലിയ അത്ഭുതം, അവിടെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു വലിയ രോഗസൗഖ്യം ഇന്ന് പകൽ ഞങ്ങളോട് ചേർന്ന് പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുമാനപ്പെട്ട ദൈവത്തിന്റെ ദാസൻ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും
അറിയുന്നവൻ എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കാരണം കർത്താവിന്റെ കൃപ ഇത് മാത്രമാണ്. 2022 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു പനി വരുന്നത്. പല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് പനിക്കൊരു കുറവുമില്ല. ഒരു ദിവസം തീരെ വയ്യാതെ വന്നപ്പം ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ ഒരാഴ്ചയായിട്ട് അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഒരാഴ്ചയായിട്ടും പനിക്കൊരു കുറവുമില്ല. പനി കുറയാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വേഗം തന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ പേരൻസിനെ കാണണമെന്ന് പറഞ്ഞു. അമ്മയായിരുന്നു അടുത്തുണ്ടായിരുന്നത്. അമ്മ ഓടി ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടറെ ചോദിക്കുവാനിടയായി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു അക്സയ്ക്ക് ബ്ലഡിനകത്ത് ക്യാൻസർ ആണ്, നിങ്ങൾ വേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. വേഗം തന്നെ എന്നെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്കറിയാം ഒരു പനിയാണെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. വേഗം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു അക്സയ്ക്ക് ബ്ലഡിനകത്ത് ക്യാൻസർ സ്ഥിരീകരിച്ചു, നിങ്ങൾ വേഗം RCCയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. വേഗം തന്നെ ഞങ്ങൾ വീട്ടിലേക്കാണ് കടന്നു പോയത്. വീട്ടിൽ ചെന്നപ്പോ കണ്ട കാഴ്ച, ഒരു മരണ വീട്ടിൽ എങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നോ അതേപോലെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വീട്. കർത്താവിന്റെ ദാസനും സഭയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളെ യാത്രയാക്കി. 2022 ആഗസ്റ്റ് 22-ാം തീയതിയാണ് ഞങ്ങൾ RCCയിലേക്ക് കടന്നു പോകുന്നത്. RCC രാവിലെയൊക്കെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഒരു ഉച്ചയൊക്കെ അപ്പം വന്ന് ഡോക്ടറിനെ കാണാൻ കയറി. ഡോക്ടർ റിസൾട്ട് കണ്ടപാടെ ഡോക്ടർ പറഞ്ഞു ഈ പേഷ്യന്റിന്റെ വേഗം വീൽ ചെയർ ഇരുത്ത്, അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ബ്ലഡ് ഛർദ്ദിക്കുമെന്ന് പറയാനിടയായി. വേഗം തന്നെ എന്നെ ഒരു വീൽ ചെയർ കയറ്റി ഇരുത്തി. അപ്പോഴും എനിക്ക് അറിയത്തില്ല ഞാൻ ഒരു ക്യാൻസർ വാർഡിലോട്ടാ പോകുന്നതെന്ന്. വേഗം തന്നെ എന്നെ ഒരു വാർഡിലേക്ക് മാറ്റി. ആ വാർഡിൽ ചെന്നപ്പം അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒത്തിരി ആൾക്കാർ, കീമോ ചെയ്ത് കിടക്കുന്ന ഒത്തിരി ആൾക്കാര്, മുടിയൊന്നുമില്ലാതെ എല്ലാരും ഒരേ യൂണിഫോം ഒക്കെ ഇട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാർ. അവരെല്ലാം കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. എനിക്കറിയത്തില്ല ഞാൻ ഒരു ക്യാൻസർ വാർഡിലോട്ടായി ചെന്ന് കയറുന്നതെന്ന്. ഞാൻ അമ്മയോട് പിറ്റേ ദിവസം ചോദിച്ചു, അമ്മ ഞാനും ഇങ്ങനെ ആകുമെന്ന് ചോദിക്കാനിടയായി. അപ്പൊ അമ്മ എന്നെ ധൈര്യപ്പെടുത്തിയില്ല മോളെന്ന് പറയാനിടയായി. പിറ്റേ ദിവസം തന്നെ ബോൺ മാരോ ചെയ്ത് ടെസ്റ്റിന് അയച്ചു. റിസൾട്ട് വന്നപ്പം 4th സ്റ്റേജ് ആയിരുന്നു. പിന്നെ കീമോ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞപ്പോൾ തന്നെ ശരീരം മൊത്തം ഇൻഫെക്ഷൻ ആയി. കണ്ണിന്റെ ഉള്ളിലോട്ട് ബ്ലഡ് തൂങ്ങിക്കിടക്കാൻ, കണ്ണിന്റെ ഉള്ളിലോട്ട് ബ്ലഡ് ഇറങ്ങാൻ തുടങ്ങി. കണ്ണിന്റെ താഴെ ബ്ലഡ് തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ബ്ലഡ് കരുനീലിച്ച് കിടക്കാൻ തുടങ്ങി. എന്നിപ്പോ എന്റെ മുടിയെല്ലാം പൊഴിയാൻ തുടങ്ങി. കീമോ ചെയ്ത് കിടക്കുമ്പോൾ ശക്തമായ വേദനയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. രാത്രിയാകുമ്പോൾ തനിച്ചാണ് കിടക്കുന്നത്. പപ്പായ അമ്മയും ആരും എന്റെ കൂടെ ഇല്ല, ചേട്ടന്മാരും ആരും എന്റെ കൂടെ ഇല്ല. ഒന്ന് തിരുമ്മി തരുവാൻ പോലും, ഒരു ആശ്വാസ വാക്കുകൾ പറയാൻ പോലും എന്റെ കൂടെ ആരുമില്ല. ഞാൻ തന്നെയാണ് തിരുമുന്നത്. കൈ തിരുമുമ്പോ കാല് വേദന എടുക്കും, കാല് തിരുമുമ്പോ വയറ് വേദന എടുക്കും. എവിടെ തിരുമണ്ടെന്ന് അറിയാതെ രാത്രി നമ്മൾ കരിഞ്ഞു കിടക്കുന്ന ഓരോ സമയങ്ങള്. പപ്പ അമ്മയെ രാത്രി വിളിച്ച് ഞാൻ കരയും. വീഡിയോ കോള് ഞാൻ വിളിക്കും, പപ്പ എനിക്ക് വയറ്റുവേദന എടുക്കുന്നു, അമ്മ എനിക്ക് കൈവേദന എടുക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറയും. അവരെനിക്ക് വേണ്ടി രാത്രി ആകുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ചില സമയങ്ങളിൽ അവരെ ഞാൻ വിളിക്കത്തില്ല, ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും.
കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്കൊരു വാക്യം കിട്ടി. രമ്യ 33:6. ഇതാ ഞാൻ രോഗശാന്തിയും ആമേൻ. ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുന്നു. ആ വാക്യം എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു. എന്റെ കൂടെ പഠിച്ചവരെല്ലാം +1 അഡ്മിഷൻ കിട്ടി പഠിക്കാൻ പോകുമ്പോ ഞാൻ ഈ ബെഡിൽ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥ. ആമേൻ. ഞാൻ കർത്താവരോട് കർത്താവേ, എല്ലാരും പഠിക്കാൻ പോകുമ്പോഴത്തേക്കിന് ഈ ആർസിസിൽ ഒരു വേദന സഹിച്ച് ഞാൻ കിടക്കുന്നു. എന്റെ ജീവിതത്തിൽ നിന്ന് ഈ അസുഖത്തെടുത്ത് മാറ്റുന്ന ഞാൻ പ്രാർത്ഥിക്കാനിടയായി. പിത്താശയത്തിൽ നീരായിട്ട് 2 ആഴ്ചത്തോളം ഫുഡ് തരാതെ അവര് എന്നെ കിടത്തി. കൂടെ ഉള്ളവരെല്ലാം ഭക്ഷണം കഴിക്കുമ്പോ നോക്കിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആമേൻ. എന്റെ പ്രായത്തിലുള്ളവരെല്ലാം ഫുഡ് കഴിക്കുമ്പോ നോക്കിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരു ദിവസം തീരെ പറ്റാതെ വന്നപ്പോ പപ്പാട് പറഞ്ഞു, നീ സ്വല്പം വെള്ളം എന്താ, എനിക്ക് പറ്റുന്നില്ലെന്ന് പറയാനിടയായി. അപ്പൊ ഓടിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കാനിടയായി, അസുഖ ദാഹിക്കുന്നു, അസുഖ വിശക്കുന്നു എന്ന് പറയാനിടയായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, സ്വല്പം ഒരടപ്പ് വെള്ളം കൊടുത്തോളം പറഞ്ഞ് ചുണ്ട് നനയ്ക്കാൻ മാത്രം വേഗം തന്നെ എനിക്ക് ഒരു അടപ്പ് വെള്ളം തന്നു. അപ്പോഴാണ് ഞാൻ ഒരു വെള്ളത്തിന്റെ വില എന്താണെന്ന് അറിയുന്നത്. അപ്പോഴാണ് ഞാൻ ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് അറിയുന്നത്. എന്റെ പ്രായമുള്ളവരെല്ലാം കീമോ ചെയ്ത് അവർ വീട്ടിൽ പോകും. എന്നിട്ട് അടുത്ത കീമോ എടുക്കാൻ ഓക്സിജൻ പോയില്ലേ ചോദിക്കാനിടയായി. അപ്പോഴും ഞാൻ ഓക്സിജൻ ഒരു ബെഡില് ആമേൻ. കിടക്കുന്ന ഒരവസ്ഥയാണ്. എന്റെ ശരീരത്തെ കളറ് മാറാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേന്റെ മുടിയെല്ലാം വെട്ടിക്കോളാൻ പറയാനിടയായി. എന്റെ മുടിയെല്ലാം വെട്ടി ഒരു വിരൂപരൂപമായി ഞാൻ മാറി. രാവിലെ അമ്മ കുളിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് എന്റെ ശരീരം മൊത്തം കൈത്തലോടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു വാക്യം പറഞ്ഞാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. കൊലോസ്യർ 2:19. തലയാഴുന്ന ശരീരം മുഴുവൻ സന്ധകളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഭവിച്ചും ദൈവികമാർന്ന വളർച്ച പ്രാപിക്കുന്നത്. ആ ഒരു വചനത്തിന്റെ ശക്തിയാണ് ഇപ്പൊ ശരീരത്തിൽ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. 2022 ആഗസ്റ്റ് 22-ാം തീയതി കയറിയിട്ട് 3.5 മാസം ഞാൻ ഒരു ബെഡില് ഒറ്റക്കിടപ്പ് ഞാൻ കിടന്നു. എന്റെ പുറമെല്ലാം പൊട്ടി. എന്റെ ശരീരം മൊത്തം കറുത്ത് കരുവാളിച്ച് ഒരു കരിക്കിട്ട പോലെയായി ഞാൻ മാറി. എന്റെ ശരീരത്തിലെ വെയിറ്റ് കുറയാൻ തുടങ്ങി. ഞാൻ നടക്കാതെയായി. എന്റെ കണ്ണിലെ കാഴ്ചയെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരാളെ 2-3 ഞാൻ കാണുന്നത്. അഭിച്ചും പറയുന്ന അമ്മയോടൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്ന അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ദിവസം തീരെ വയ്യാതെ വന്നപ്പോ ഞാൻ പറഞ്ഞ് എന്റെ ചേട്ടന്മാരെ കാണുമെന്ന് പറയാനിടയായി. അവരെ കൊണ്ട് കാണിച്ചു. അവരെ ആ സമയത്ത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. മൂന്നര മാസം ഞാൻ ഒറ്റ ബെഡിൽ കിടന്നപ്പം ഞാൻ പുറലോകത്തെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു മഴ കാണാൻ കൊതിച്ച സമയങ്ങളുണ്ട്, ഒരു വെയിൽ കാണാൻ കൊതിച്ച സമയങ്ങളുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. എന്റെ സൗണ്ട് പെയ്യെ താഴാൻ തുടങ്ങി. എന്നാൽ എന്റെ കർത്താവ് മരണത്തിനെ ഏൽപ്പിക്കാതെ മരണത്തിന്റെ വക്കോളം എത്തിയെങ്കിലും കർത്താവ് 2.5 മണിക്കൂർ ഡോക്ടർ പറഞ്ഞു. എന്നാൽ എന്റെ കർത്താവ് മരണത്തിനെ ഏൽപ്പിക്കാതെ കുഞ്ഞുപോലെ എന്റെ കർത്താവിനെ പുറത്തു കൊണ്ടുവന്നു. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം, അന്ന് കൂടെ നടന്നവരെല്ലാം ഇപ്പൊ ഈ ഭൂമിയിലില്ല. എന്നാൽ എന്റെ കർത്താവിനെ കുഞ്ഞുപോലെ പുറത്തു കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു, ഏത് രോഗത്താലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നിങ്ങളെ വിടുവിക്കാനും ശക്തനാണ്. എന്റെ ശരീരം മൊത്തം ക്ഷയിക്കാൻ തുടങ്ങി. ഒരു അസ്ഥികൂടമായി ഞാൻ മാറി. ഞാൻ തന്നെ എന്റെ കാലിലോട്ട് നോക്കാൻ നേരം എന്റെ കാലെല്ലാം ഒരു എല്ല് പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് കാല് നിവർത്താനോ
അനക്കാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ തന്നെ ശ്രമിച്ചായിരുന്നു. അപ്പൊ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ പേടിച്ചു പോയി. എന്റെ കാലിന് എന്തോ പറ്റിയെന്ന് ഞാൻ ഓർത്തു. എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു സൈഡിലോട്ട് തിരിയാൻ പറ്റുന്നില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഓർമ്മ നഷ്ടപ്പെടാൻ തുടങ്ങി. ബാക്കിയുള്ള കാര്യങ്ങള് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പപ്പയാണ് പറയുന്നത്. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ തന്മേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാട്ടുകാരൻ ഇപ്രകാരമാണ് പറയുന്ന: എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി ഞാൻ കർത്താവിനെ കാണും, അവൻ എൻ്റെ വൈദ്യനാണെന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ഇന്ന് പകൽ കർത്താവിൻ്റെ ആ സൗഖ്യത്തിൻ്റെ കരം എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവം നീട്ടിയത് നിങ്ങളോട് വിവരിക്കുവാനിടയായി. ദൈവത്തിൻ്റെ ജനമേ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശക്തമായി നിൽക്കുന്ന സമയം. മൂന്നാമത്തെ ദാനമായി തന്ന മൂന്നാമത്തെ മകളോ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ ലഭിച്ച്, കൊമേഴ്സിന് അഡ്മിഷൻ ലഭിച്ച് +1 പോകുവാൻ വേണ്ടി എല്ലാ ക്രമീകരണം ഒരുങ്ങുന്ന സമയത്താണ് കുഞ്ഞിന് പനി വരുവാനിടയായതും ആ പനിയുടെ ഭാരത്താൽ ഞങ്ങൾ ചങ്ങനാശ്ശേരി പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അവസാനം ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ ഒരു ബുധനാഴ്ചയാണ് കുഞ്ഞിന്. ബുധനാഴ്ച വൈകിട്ട് അവിടെ ബ്ലഡിന്റെ റിസൾട്ട് WBC 5000 കൗണ്ട് കാണുവാനിടയായത്. ലേഡി ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവറിന്റെ പനിയാണത്, 3 ദിവസം നിൽക്കും, ബുധൻ വ്യാഴം വെള്ളി, എന്നിട്ടും പനി കുറയുന്നില്ല. 108 107 ഡിഗ്രി പനിയായി നിൽക്കുന്ന അവസ്ഥയാണ്. ഡോക്ടർ വന്ന് വേഗത്തിൽ വെള്ളിയാഴ്ച വന്ന് വീണ്ടും ബ്ലഡ് എടുത്ത് പരിശോധിക്കുവാനിടയായി. ബ്ലഡ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് WBC 50,000 എബോവ് എന്ന് കാണിക്കുവാനിടയായി. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് പെട്ടെന്ന് ഡോക്ടർക്ക് സംശയം തോന്നി. ഡോക്ടർ വീണ്ടും ശനിയാഴ്ച പകൽ രാവിലെ തന്നെ എമർജൻസി ആയിട്ട് വന്ന് ബ്ലഡ് വീണ്ടും പരിശോധിച്ചു. വീണ്ടും പരിശോധിച്ചപ്പോൾ ബ്ലഡിന്റെ കൗണ്ട് 73,000 വന്നു. WBCയുടെ കൗണ്ട് 73,000 വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് ലാബിലെ ടെക്നീഷ്യൻസ് റിസൾട്ടുമായി ഡോക്ടർ OP ഇരിക്കുന്ന ഡോക്ടർ അടുക്കിലേക്ക് ഓടുകയായിരുന്നു. പെട്ടെന്ന് ആളെ വിട്ടു. ഓക്സയുടെ പേരൻസ് വരാൻ പറഞ്ഞു. ദേവദാസി മാത്രമാണ് കുഞ്ഞിന്റെ അടുക്കലായിരിക്കും. ഞാനന്ന് തിരുവല്ലയിൽ എന്തോ സാമ്പത്തിക ആവശ്യത്തിൽ ഞാൻ പോയി നിൽക്കുന്ന സമയം ദേവദാസി പെട്ടെന്ന് ഡോക്ടർ OPയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ആരും ഇല്ലെന്ന് ചോദിച്ചു. ദേവദാസി പറഞ്ഞു ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്: മോക്ക് ബ്ലഡിനകത്ത് ക്യാൻസർ ആണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസനെ, ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ താല്പര്യപ്പെടാത്ത, ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ കഴിയാത്ത ഇത് ഡോക്ടറിൽ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾ തകർന്നു പോയി. ഞാൻ തിരുവല്ലയിൽ നിന്നൊക്കെ എൻ്റെ ദൈവദാസെ വിളിച്ചു. പപ്പ ഓടി വാ, കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുവാനിടയായി. ഞാൻ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വേഗത്തിൽ ചെന്നു. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ആൾക്കാരെല്ലാം ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ വരുവാനിടയായി. പെട്ടെന്നൊരു വാഹനം തയ്യാറാക്കി. ആ സമയത്ത് കുഞ്ഞിനെ അറിയിക്കുന്നില്ല. ദേവദാസി കുഞ്ഞിന്റെ അടുക്കലേക്ക് ഓടി വരണം. പക്ഷേ ദേവദാസിക്ക് കുഞ്ഞിന്റെ അടുക്കലേക്ക് വരാൻ പറ്റുന്നില്ല. പെട്ടെന്ന് 2ാം നില വന്ന് ബാത്റൂമിലേക്ക് പോയി. ദേവദാസിയെ ദൈവസന്നിധി കരയുവാനിടയായി. കരയെന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ അടുക്കൽ എങ്ങനെയാ നിൽക്കണം എന്നറിയത്തില്ല. കാരണം ദേവദാസി അവിടെ വെച്ച് ബാത്റൂമിൽ വെച്ച് കരഞ്ഞിട്ട് മുഖം കഴുകി കുഞ്ഞിന്റെ അടുക്കലേക്ക് വരാൻ ഒരുങ്ങുമ്പോൾ ആരോ പറയുന്നത് പോലെ ഒരു ശബ്ദം. ഇങ്ങനെയാണ് ദേവദാസി കേട്ടത്. യെശയ്യാവിന്റെ പ്രവചനത്തിനകത്ത് പറയുന്നുണ്ട് 40ാം അധ്യായത്തിൽ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ദേവദാസി കേൾക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസനെ ആ വാക്യം കേട്ട് മുഖം കഴുകി കുഞ്ഞിന്റെ അടുക്കലേക്ക് വന്ന് 10 മിനിറ്റ് കൊണ്ട് ആൾക്കാർ വന്ന് പെട്ടെന്ന് റെഫർ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് വാഹനം തയ്യാറാക്കി കുഞ്ഞിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. കോട്ടയത്ത് ചെന്നപ്പോൾ കോട്ടയത്ത് ഡോക്ടേഴ്സ് അവർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാകാൻ സംഗതിയില്ല. കാരണം അവൻ ഇത്ര ദിവസം കൊണ്ട് ഇത്രത്തോളം മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ലാബിന് തെറ്റുപറ്റാൻ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. കുഞ്ഞിന്റെ ബ്ലഡ് വൈകിട്ട് തന്നെ, ശനിയാഴ്ച തന്നെ കുഞ്ഞിന്റെ ബ്ലഡ് കൊടുത്തു. റിസൾട്ട് വൈകിട്ടത്തേക്ക് റിസൾട്ട് ലഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞായറാഴ്ച രാവിലെ റിസൾട്ട് ലഭിക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിരീകരിച്ചു കുഞ്ഞിന് ബ്ലഡിനകത്ത് ക്യാൻസർ ആണെന്നും അവിടെ ബ്ലഡ് കൗണ്ട്
WBC 97,000 വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു. മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞിന് ബ്ലീഡിങ് ആരംഭിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് അറിയത്തില്ല, പീരീഡ് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല, ബ്ലീഡിങ് ആരംഭിക്കാൻ തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് നിങ്ങൾ RCCയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ RCCയിലേക്ക് ഞങ്ങൾ ആഗസ്റ്റ് 22 ഞങ്ങൾ RCC ചെന്ന് ബ്ലഡ് കൊടുത്തു. തിങ്കളാഴ്ച രാവിലെ കുഞ്ഞിന്റെ ബ്ലഡ് കൊടുത്തു. പരിശോധനയ്ക്ക് വേണ്ടി ഞങ്ങളെ ഡോക്ടർ സുഗീത് എന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുക്കലേക്ക് ഞങ്ങളെ വിടുന്നത് എൻ്റെ വൈഫും എൻ്റെ ജ്യേഷ്ഠന്റെ മോളുമായിട്ടാണ് ഡോക്ടറുടെ അടുക്കൽ നിൽക്കുന്നത്. വേദാസനെ കമ്പ്യൂട്ടറിൽ കുഞ്ഞിന്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് കുഞ്ഞ് ഓർപ്പിച്ചത്. പെട്ടെന്ന് ഈ പേഷ്യന്റിനെ വീൽ ചെയർ ഇരുത്താൻ പറഞ്ഞു. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് റൂമിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ വന്ന റിസൾട്ട് ഇപ്രകാരമാണ്: 1,23,000 WBCയുടെ കൗണ്ട് കൂടിയിട്ട് പ്ലേറ്റ്ലെറ്റ് തീരെ ഇല്ലാതെ കുഞ്ഞിന്റെ നില അങ്ങേയറ്റം ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി ആ ദിവസം തിങ്കളാഴ്ച തന്നെ സകല സ്കാനിങ്ങുകളും കഴിഞ്ഞു. ചൊവ്വാഴ്ച ഞങ്ങളെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചിട്ട് അവളെ പെട്ടെന്ന് ബോൺമാരോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ചൊവ്വാഴ്ച കുഞ്ഞിനെ ബോൺമാരോ ചെയ്ത് ഏതാണ്ട് 10 അല്ലെങ്കിൽ 15 ദിവസം താമസിക്കുന്ന ബോൺമാരുടെ റിസൾട്ട് ഏകദേശം ഡോക്ടർ 4 ദിവസത്തിനകം അത് കളക്ട് ചെയ്യുവാനിടയായി. 4-ാം ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ബോൺമാരുടെ റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആണുങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അളിയനും ഞങ്ങൾ ആ ഡോക്ടറുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആരാ അക്ഷയുടെ പപ്പയെന്ന് ഞാനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇരുത്തി. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കുഞ്ഞിന്റെ രോഗത്തിന്റെ സീരിയസ്നെസ് ഞങ്ങളെ വെളിപ്പെടുത്തുവാനിടയായി. ഇങ്ങനെയാണ് പറഞ്ഞത്: കുഞ്ഞിന് മജ്ജയ്ക്കകത്ത് ക്യാൻസർ ആണ്, അത് സ്റ്റേജ് 4 എത്തിയിരിക്കുകയാണ്. അത് അസുഖം അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖമാണ്. അത് കുഞ്ഞുങ്ങൾ റെയറാണ്, പക്ഷെ അതാണ് മൂക്ക് വന്നിരിക്കുന്നത്. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: അവർക്ക് ബ്ലീഡിങ് ആരംഭിച്ചിരിക്കുന്നു, അവിടെ നില വഷളായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് 6 കീമോതെറാപ്പി അവർക്ക് ചെയ്യണം. 6 കീമോതെറാപ്പി സക്സസ് ആയാൽ 20 ലക്ഷം രൂപ മുടക്കി അവിടെ മജ്ജ മാറ്റി വെക്കണം. ആ സാമ്പത്തികം നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: ഈ അസുഖം ഏതാണ്ട് 95% കുറയാൻ ചാൻസ് ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ 95% ഈ അസുഖം കുറയാൻ ചാൻസ് ഇല്ല, ഒരു 5% ഉള്ളൂ. പക്ഷേ കീമോ ചെയ്യുമ്പോൾ കുഞ്ഞിന് എന്തും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുവാനിടയായി. അതോ ഇങ്ങനെയാ പറഞ്ഞത്: നിങ്ങൾ ഓടി എത്തത്തക്ക രീതിയിൽ അടുത്ത് റൂം എടുത്ത് താമസിക്കണം എന്ന് പറഞ്ഞ് ദേവദാസനെ കുഞ്ഞിന്റെ കീമോ സ്റ്റാർട്ട് ചെയ്ത് 1ാമത്തെ കീമോയുടെ 4ാമത്തെ മരുന്ന് അവിടെ ശരീരത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ മുതൽ അവിടെ ശരീരത്തിന്റെ കളർ മാറാൻ തുടങ്ങി. നമുക്ക് കാണാം, കുഞ്ഞിന്റെ കണ്ണിനകത്തേക്ക് ബ്ലഡ് ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. കണ്ണിനകത്തേക്ക് ബ്ലഡ് ഇറങ്ങുന്നത് കാണാം. ഈ സ്കിന്നിന്റെ രണ്ട് കവളിന്റെ ഈ സ്കിന്നിനകത്ത് ബ്ലഡ് തൂങ്ങുന്നത് കാണാം. ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും ആ ബ്ലഡ് പൊട്ടരുത്, അത് പൊട്ടിയാൽ നിൽക്കത്തില്ല, അതുപോലെ അക്ഷയ്ക്ക് രോഗം സീരിയസ് ആയി നിൽക്കുകയാണ് എന്ന് പറയുവാനിടയായി. 4ാമത്തെ ആ മരുന്ന് കയറാൻ തുടങ്ങിയ കുഞ്ഞിന്റെ ശരീരത്തിൽ ഇൻഫെക്ഷൻ തുടങ്ങി. ആദ്യം തുടങ്ങുന്ന കുഞ്ഞിന് വയറ്റിനകത്ത് പിത്താശയത്ത് നീരുണ്ടാകാൻ തുടങ്ങി. നീരെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സമയത്ത് അത് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടതാണ്, പക്ഷേ ഈ സമയത്ത് അക്ഷയെ മുറിക്കാൻ പറ്റത്തില്ല, കാരണം ബ്ലഡ് നിൽക്കത്തില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സർജൻ വന്ന് മോളെ കാണുമ്പോൾ കുഞ്ഞിന് വയറ്റുവേദന എന്ന് പറഞ്ഞാൽ അതിശക്തമായ വയറ്റുവേദനയാണ്. അർദ്ധരാത്രി ഞങ്ങളെ ഏതാണ്ട് രാത്രി 2 മണി രാത്രിക്കൊക്കെ ഞങ്ങളെ വീഡിയോ കോളിൽ വിളിക്കും. പപ്പ, അമ്മയെ എനിക്ക് വയറ്റുവേദന എടുക്കുന്ന, എനിക്ക് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ്. ദേവദാസന് നമുക്ക് ആ സമയത്ത് നമുക്ക് RCCക്കകത്ത് കയറി ചെല്ലാൻ പറ്റത്തില്ല. ഏതാണ്ട് നമ്മൾ രാത്രി 8:30 ഇറങ്ങിയാൽ പിന്നെ നമുക്ക് വെളുപ്പിന് 5:30 നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടെങ്കിലും അവർക്ക് ആ വയറ്റുവേദന എടുത്ത് ആ വേദന കാരണം കുഞ്ഞ് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു, RCCക്ക് അടുത്ത് ചർച്ചക്കോട് സ്റ്റേറ്റിന്റെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ചർച്ച് എന്ന് പറയുന്ന ചർച്ചക്കോട് സ്റ്റേറ്റിന്റെ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു 8 റൂമുണ്ട്, ആതുരാലയം പോലെ. അവിടുത്തെ 106ാമത്തെ റൂം ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടി. കർത്താവിന്റെ ദാസൻ അഭിലാഷ് പാസ്റ്റർ കുടുംബം, സഭയാം കുടുംബങ്ങൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചർച്ച്. ഞങ്ങൾക്ക് ആ ചർച്ചിന്റെ റൂം കിട്ടി. ഞങ്ങൾ അവിടെ അർദ്ധരാത്രി കുഞ്ഞിന് വേണ്ടി ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദാസനെ നേരം വെളുപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുഞ്ഞ്
അതിശക്തമായ വേദനയോടുകൂടി ഉറങ്ങാൻ കഴിയാതെ 2 മണി 3 മണിയൊക്കെ കഴിയുമ്പോൾ അവളൊന്ന് മയങ്ങുന്നത്. അതുപോലെ വേദനയാണ്. കീമോടെ മരുന്നിന്റെ വേദന, അത് കഴിയുമ്പോൾ ആ വേദന ഉണ്ടായിട്ട് ശക്തമേറിയ അനുഭവം. നമുക്ക് 5:30 ഞങ്ങൾ ദേവദാസി ആദ്യം 5:30 പോകും, പുറകെ ഞാൻ പോകും. 5:30 ചെല്ലുമ്പോൾ കുഞ്ഞ് ആ വേദന സഹിച്ച് ഉറക്കം മുളച്ചതിന്റെ കുഞ്ഞിന് കിടന്നുറങ്ങുന്ന സമയമായിരിക്കും. ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയം അവരിങ്ങനെ പറയും, അക്ഷയ ഉറങ്ങിക്കോടെന്ന് പറയും. കാരണം ആ വാർഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പേഷ്യൻ്റ് ആയിക്കോളൂ. മാത്രമല്ല കുഞ്ഞിന്റെ ശരീരം മുഴുവൻ 37 കിലോ വെയിറ്റോട് കൂടി RCCക്കകത്ത് കയറിയ കുഞ്ഞ് 24 കിലോ വെയിറ്റിലേക്ക് വന്ന ഒരു കരിക്കട്ട പോലെ അവളായി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട പേടിച്ചു പോകും. ഒരു പ്രായമുള്ള അമ്മമാര് എങ്ങനെയാണോ ചുരുണ്ട് കിടക്കുന്നത് പോലെ ചുരുണ്ട് കിടക്കുന്ന അനുഭവമാണ്. അതാണ്ട് ദാസനെ ആ പ്രത്യേക അനുഭവം, ആ അനുഭവത്തിലായിരിക്കുമ്പോൾ ഒരു ദിവസം കുഞ്ഞിങ്ങനെയാണ് പറഞ്ഞത്, അമ്മേ എനിക്ക് തലയ്ക്കകത്തേക്ക് ചൂടിറങ്ങിട്ട് സഹിക്കാൻ, എന്റെ മുടിയെല്ലാം വെട്ടിക്കോളാൻ പറഞ്ഞു. ദാസിനെ പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞൊരു അപ്പോൾ ഒരു കത്രികയും മേടിച്ചിട്ട് വരാൻ പറഞ്ഞു, ഒരു ഷേവിംഗ് സെറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ കത്രികയും ഷേവിംഗ് സെറ്റ് മേടിച്ചു കൊടുത്ത് കുഞ്ഞിനെ ബെഡിൽ കിടത്തി. കുഞ്ഞിനെ മുടി നമുക്ക് ആ കീമോടെ മരുന്നിന് ചൂട് തലയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ആ മുടി മുഴുവൻ വട്ടം വെട്ടി അതൊരു വലിയ ഒരു ഷിമ്മിക്കൂട്ട് താക്കി എൻ്റെ കൈ കൊടുത്ത് അന്ന് ദേവദാസി. ഞാൻ കണ്ണുനീരോടെ അത് മേടിച്ച് ഞാൻ പുറത്തിരുന്ന് കരയുകയാണ്. ദേവദാസി കുഞ്ഞിനെ ബാത്റൂമിൽ കൊണ്ടുപോയി ഷേവിംഗ് സെറ്റ് കൊണ്ട് മുടി മുഴുവൻ വടിച്ച് അവിടുത്തെ യൂണിഫോം വിട്ട് കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരുമ്പോൾ കർത്താവിന്റെ ദാസനെ അവിടെ സൗന്ദര്യം മുഴുവൻ നഷ്ടമായി, അവിടെ ആരോഗ്യം മുഴുവൻ നഷ്ടമായി. ആമേൻ. ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് കുഞ്ഞായി തീരുവാനിടയായി. നമുക്ക് അവളെ കണ്ടാൽ സഹിക്കത്തില്ല. ഞങ്ങൾക്ക് RCC ജനറൽ വാർഡില് ഒരു വിത്ത് സൈഡിൽ ഞങ്ങൾക്ക് ഒരു ബെഡ് കിട്ടിയത്. ആ ബെഡിൽ കുഞ്ഞ് ഏതാണ്ട് 3.5 മാസം ഒരേ കിടപ്പിൽ കിടക്കുക. ഓരോ ദിവസം ചെല്ലുന്നതോടെ നില വഷളായിക്കൊണ്ടിരിക്കുക. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അക്സ സ്റ്റേബിൾ ആകുന്നില്ല, അക്സ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അക്സയ്ക്ക് ഇൻഫെക്ഷൻ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. യുവദാസനെ ഡോക്ടേഴ്സ് പോലും കൈവിടുന്ന അനുഭവം വന്നു. കൈവിടുന്ന ഡോക്ടർ വളരെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മാറി മാറി ഇൻഫെക്ഷൻ വരികയാണ്. കീമോയുടെ മരുന്ന് നിർത്തിയിട്ട് പിന്നെ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടി മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഓർക്കുന്നു, ഡോക്ടറിനെ വിളിച്ചത് പറഞ്ഞു, കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബിലിരൂപം കൂടിയിട്ട് മഞ്ഞപ്പിത്തം കരളിലേക്ക്, എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം കൂടി കിടക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കുറഞ്ഞിട്ട് മഞ്ഞപ്പിത്തം കൂടിയിട്ട് അവിടെ കരളിന് മഞ്ഞപ്പിത്തം ബാധിച്ച് ഡോക്ടർ പറഞ്ഞത് അക്സയെ കിട്ടാൻ വളരെ പ്രയാസമാണ് എന്ന് പറയുവാനിടയായി. അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും കർത്താവിന്റെ ദാസി കുഞ്ഞിന്റെ അടുക്കൽ ഇരിക്കുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞ് എഴുന്നേൽക്കാൻ വയ്യാതെയായി. എഴുന്നേൽക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അതുപോലത്തെ അവസ്ഥയിലേക്ക് അവൾ വന്നു. കീമോ കഴിഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങിയ അതൊരു ബക്കറ്റ് എടുത്ത് വെച്ചോണ്ടിരുന്നാൽ ബ്ലഡ് വരുന്നത് വരെ അതോ രീതി ഛർദ്ദിക്കും, നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. അപ്രകാരത്തെ അവസ്ഥ. അതുപോലെ മുന്നോട്ട് ഓരോ ദിവസവും ഞങ്ങൾ ആ സമയത്തെല്ലാം ഞങ്ങളെ അറിയുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പാസ്റ്ററെ, ഇന്ന് ഞങ്ങള് അരോമ TVയുടെ മുൻപിൽ ഞാനും എൻ്റെ കുഞ്ഞും ജീവിക്കുന്ന സാക്ഷ്യമായി വന്നിരിക്കുന്ന ഒരു വലിയ സത്യം, ഒരു വലിയ പ്രയർ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന അനേകർ ഞങ്ങൾക്ക് വേണ്ടി, അനേക വാട്സപ്പ് ഗ്രൂപ്പ്, അനേക കർത്താവിന്റെ ദാസന്മാര്, അറിയുന്നവര് ഇത് ഫോർവേഡ് ചെയ്യുക, അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ആ പ്രാർത്ഥനയുടെ വിടുതലാണ്. പ്രയർ ഇസ് പവർ എന്ന പ്രാർത്ഥനയുടെ ശക്തിയാ എൻ്റെ കുഞ്ഞ് ജീവനോടെ നമ്മുടെ ഈ അരോമ TVക്ക് മുൻപിൽ ഇരിക്കുന്നത്. അപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഓർക്കുന്നു, കുഞ്ഞിനെ കടത്തിയിരിക്കുന്ന ബെഡ്ഷീറ്റ്, മോള് ധരിച്ചിരിക്കുന്ന യൂണിഫോം എല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് മാറ്റിയിട്ട് അത് സ്റ്റാപ്ലൈ ചെയ്ത് മാറ്റുന്നുണ്ട്. മോക്ക് വേണ്ടി മാത്രം ഒരു ബാത്റൂം അവിടെ തയ്യാറാക്കി. ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, കുഞ്ഞിന് ഡെങ്കിപ്പനി ഹൈ ആയിട്ട് നിൽക്കുകയാണ്, ഡെങ്കിപ്പനി കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ആ ഡ്രസ്സുകളെല്ലാം അങ്ങനെ പ്ലാസ്റ്റിക് കവറിനകത്താക്കി മാറ്റിക്കൊണ്ടുപോകുന്ന അനുഭവം. അതാവുടെ ദാസനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത അവസാനം വന്ന് കുഞ്ഞ് ഭിത്തി സൈഡിൽ എവിടെ കിടക്കും. നമ്മൾ രാവിലെ വന്ന് അല്പം നമുക്ക് കൺസെഷൻ ഉണ്ട്. അവിടെ അടുക്കൽ വന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ, യുവദാസി അടുക്കൽ നിൽക്കും, ഞാൻ അവിടുത്തെ വന്ന് കസേര വന്നിരിക്കുമ്പോൾ യുവദാസനെ നമുക്ക് അവിടെ മുൻപിൽ നമുക്ക് കരയാൻ പറ്റത്തില്ല. കാരണം നമ്മളെ ദയനീയമായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെയും മുൻപിൽ കരയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു അനുഭവമാണ്. അവിടെ കൈയെല്ലാം ശോഷിച്ച് ആ കാലുകളെല്ലാം ഒരു വല്ലാത്ത അവസ്ഥയില്ല. പക്ഷേ മാറി ഇന്ന് കരയുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരു പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു, എന്നെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു,
അക്ഷരപ്പ ഡോക്ടർ റൂമിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ എന്നെ കാണിച്ചു കുഞ്ഞിന്റെ ലെൻസിനകത്ത് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു. അത് കുത്തിയെടുക്കണമെങ്കിൽ അവളെ ശരീരത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മരപ്പിക്കാൻ ഒന്നും പറ്റത്തില്ല, പച്ചയ്ക്ക് കുത്തിയെടുക്കണം. മോളെ കമത്തി കിടത്തിയിട്ട് വീട്ടിൽ തന്നെ കമത്തി കിടത്തിയിട്ട് അവിടെ പുറത്തുനിന്ന് വലിയ സിറിഞ്ച് ലെൻസിനകത്തേക്ക് കുത്തിക്കയറ്റും. അവിടുന്ന് ഏതാണ്ട് 1/2 ലിറ്റർ വെള്ളം വലിച്ചെടുക്കണം. 1/2 ലിറ്റർ വെള്ളം വലിച്ചെടുക്കണമെങ്കിൽ അത്രയും സമയം ആ സിറിഞ്ച് അവിടെ ഇരിക്കണം. അതാണ് ദാസനെ അത് കുത്തിക്കയറ്റുന്നു. കുഞ്ഞ് കരയുന്ന ആ കരച്ചിൽ കേട്ട് നമുക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഓടി, ഞാൻ സത്യം പറഞ്ഞ ഉദാസി അവിടെയൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ ഞാൻ കുഞ്ഞിന്റെ കരച്ചിലേക്കാൻ കഴിയാതെ ഞാൻ ഓടി മാറും. ആ വെള്ളം കുത്തിയെടുക്കുന്നവരെ അവൾ വലിയ വാവി കരയും. ആ വെള്ളം കുത്തിയെടുക്കും. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നു. പിന്നീട് ഡോക്ടർ എന്നെ ഹൈഡ്രോസ് കീമോയിലേക്ക് വന്നപ്പോൾ ഡോക്ടർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അക്ഷയുടെ നില പരിതാപകരമായി വരുന്ന ഒരവസ്ഥയാണ്. അവിടെ ഹൃദയത്തിന്റെ വാൽവിന് ഹോള് വീണെന്ന് പറഞ്ഞു. കീമോയുടെ മരുന്നിന്റെ ഇത് അവിടെ ആന്തരിക അവയവത്തിലേക്ക് ബാധിച്ചിരിക്കുന്നു. അവിടെ ഹൃദയത്തിന്റെ വാൽവിന് ഹോള് വീണിരിക്കുകയാണ്. പറഞ്ഞതിന്റെ ചുരുക്കം ഇപ്രകാരമാ, അക്ഷയെ തിരിച്ചു കിട്ടാൻ ഒരു ചാൻസും മെഡിക്കൽ സൈഡ് പറയുന്നില്ല. കർത്താവിന്റെ ദാസി എന്നോടൊന്നും ചോദിക്കത്തില്ല, പക്ഷേ ഞാൻ ദേവദാസിയോടൊന്നും പറയത്തില്ല. ഞാൻ അതുള്ളിൽ ഒതുക്കി എൻ്റെ ജ്യേഷ്ഠനോടും മറ്റുള്ളവരോടും ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ RCCയുടെ മുക്കിലും പോലും ഞങ്ങളുടെ കണ്ണുനീര് വീഴും. ഇരിക്കുന്നിടത്തിരുന്ന് കരയുന്ന അവസ്ഥയാ. ഞായറാഴ്ചയാകുമ്പോൾ നമ്മുടെ കണ്ണു നിറയും. അനേകർ കർത്താവിനെ എല്ലാവരും ആരാധിക്കാൻ പോകുമ്പോൾ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്ത് ഓടി തുടങ്ങുന്ന സമയം പെട്ടെന്ന് മാരക രോഗത്താൽ മരണം മാത്രം കാത്തു കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, 2020 ആഗസ്റ്റ് മാസം 22-ാം തീയതി ഞങ്ങൾ RCC വരുമ്പോൾ ആ ആഗസ്റ്റ് മാസത്തിന്റെ ലാസ്റ്റ് ആഴ്ചയിൽ AG ചർച്ചിന്റെ ആര്യനാട് സെക്ഷന്റെ പ്രസ്ബിറ്റർ ആയിരിക്കുന്ന ധർമ്മരാജ് ഭാഷ ചർച്ചിൽ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ. എന്നെ നേരത്തെ വിളിച്ച്, ഞാൻ പുറത്ത് മീറ്റിംഗ് പോകുന്ന, എന്നെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത 3 സെക്ഷൻ 3 ദിവസം പ്രസംഗിക്കണം. എൻ്റെ കുഞ്ഞ് RCC വരുന്നൊരു തലേ ആഴ്ച ഞാൻ അവിടെ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ ദേവദാസിനെ വിളിച്ചു, ഭാഷ ഇന്നുപോലെ എൻ്റെ കുഞ്ഞിന് സീരിയസ് ആയിട്ട് RCCയിലാണ്. അയ്യോ ഭാഷ വരത്തില്ലേ? ഞാൻ പറഞ്ഞു, ഭാഷ ഞാൻ വരും, എനിക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞു. ഭാഷ പറഞ്ഞു, അയ്യോ ഭാഷ 3 ദിവസം പ്രസംഗിക്കണം. ഭാഷ എങ്ങനെ ആഹാരം? ഞാൻ പറഞ്ഞു, ഭാഷ എൻ്റെ കുഞ്ഞ് സീരിയസ് ആയിട്ട് RCC കിടക്കുകയാണ്, എനിക്ക് ആഹാരം വേണ്ട, ഞാൻ പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞു. മോള് RCCയിൽ സീരിയസ് കിടക്കുമ്പോൾ ദേവദാസനെ ഞാൻ ആ ചർച്ചിൽ പോയി 5 സെക്ഷൻ ഞാൻ പ്രസംഗിക്കുവാനിടയായി. ഓരോ സെക്ഷൻ പ്രസംഗിച്ച് എനിക്ക് ദേവദാസ ഒരിക്കുന്ന വിശ്രമ മുറി ഞാൻ വരുമ്പോൾ ദേവദാസനെ ഞാൻ നെടുമ്പാട് വീണ് എൻ്റെ ആ റൂമിൽ ഞാൻ കമന്ന് കിടന്ന ദൈവത്തോട് കരയുന്ന അനുഭവം. കർത്താവേ, എൻ്റെ കുഞ്ഞുമാരക രോഗത്താൽ പിടിക്കപ്പെട്ട ഞാനിങ്ങനെ ഇന്ന് ഓർക്കുന്നു. ഞങ്ങളുടെ ദേശത്തു നിന്ന് ചോദിച്ചു, നിങ്ങൾ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന് എന്താ ഈ അസുഖം വന്നെന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ നമുക്ക് തിരിച്ചു മറുപടി ഒന്നും പറയാനില്ല. പക്ഷെ അപ്പോഴെല്ലാം ദൈവത്തോട് പറയും, കർത്താവേ നിന്റെ കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാ എന്ന് പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് പോയെടുത്ത പല ദൈവദാസന്മാര് എല്ലാവരും പല സമയങ്ങളിലായി വന്ന് ഞങ്ങളെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ ഇന്നും ഓർക്കുന്നു. കുഞ്ഞിന് സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴും ദേവദാസന്മാര് വന്ന് RCCയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ അക്ഷമോടെ ദൈവം ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ടുവരണം. എന്നോട് ഇങ്ങനെ, പാസ്റ്ററെ അവിടെ ഞങ്ങളുടെ ചർച്ചിൽ വരും പാസ്റ്ററെ എന്ന് വിശ്വാസത്തോടെ ഒരു ദേവദാസം പോലും ദൈവമേ ദൈവഹിതം നടപ്പാക്കാൻ വേണ്ടി ഒരു പോലും പ്രാർത്ഥിച്ചു. ട്രിവാൻഡ്രത്ത് പല ചർച്ചകളിൽ ഞാൻ പോകുന്ന സമയം ആ ചർച്ചിലെ പാസ്റ്റർമാര് സഭകളെല്ലാം കുഞ്ഞിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ആ പ്രാർത്ഥന അനുഗ്രഹമായി ഞങ്ങൾ ഇന്ന് ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രാർത്ഥിച്ചവർക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം ഇന്നും കർത്താവിന്റെ ആ സാന്നിധ്യം ഹല്ലേലൂയ എൻ്റെ കുഞ്ഞിനെ അനുഭവിക്കുവാനിടയായി. അവസാനം കുഞ്ഞിന് പിന്നെ അവിടെ ശബ്ദം കുറയുവാനിടയിൽ ഒരു പ്രാവശ്യം അവിടെ പെട്ടെന്നൊരു ഒരു പകല് കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുകയാന്ന് പറഞ്ഞാൽ ശബ്ദമൊന്നും വെക്കാൻ പറ്റില്ല, അതുപോലത്തെ കിടക്കുന്ന അനുഭവം. ഒരു ദിവസം കുഞ്ഞ് അയ്യോ ഞാനിപ്പം ചത്തുപോകുമെന്ന് പറഞ്ഞ് കുഞ്ഞ് മരിച്ചു പോകും. ഒറ്റ ബഹളം എന്ന് പറഞ്ഞാൽ ആ വാർഡ് മൊത്തം കേൾക്കത്തക്ക രീതിയിൽ ദാസനെ ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നപ്പോൾ കുഞ്ഞിന്റെ ഷുഗർ 28 വന്നു. 30-28 ഷുഗർ കുറഞ്ഞു. ഷുഗർ ലോ ആയിട്ട് കുഞ്ഞ് മരണവെപ്രാളം കഴിക്കും. പെട്ടെന്ന് ഡോക്ടർ വന്ന് അതിന്റെ ഷുഗറിന്റെ അത് വിട്ട് പെട്ടെന്ന് പിന്നെ അന്ന് മുതൽ ദൈവദാസി അതുകൊണ്ട് 2.5 മാസം 2.5 മാസം ദൈവദാസി കുഞ്ഞിന്റെ അടുക്കൽ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. അവിടെ കസേരയിൽ ഇരിക്കണം. കുഞ്ഞിനെ നോക്കി ദൈവദാസി കസേരയിൽ ഇരുന്നു കൊണ്ട് 2.5 മാസം കുഞ്ഞിന്റെ അടുക്കൽ ഇരിക്കുവാനിടയായി. അങ്ങനെയെല്ലാം ഓരോ പിന്നെ എന്നെ ഒരു ദേവദാസി വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ശരീരം മുഴുവൻ പുറം മുഴുവൻ പൊട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലായി. ദേവദാസനെ
ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ അവസാനം ഒരു ജീവശവം പോലെ അവിടെ ശബ്ദമെല്ലാം താന്നു, അവിടെ ഓർമ്മ മറയാൻ തുടങ്ങി. അവൻ അവസാനം അവിടെ കണ്ണിന്റെ കാഴ്ച നഷ്ടമാകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരാളെ 2-3 കാണുമ്പോൾ കുഞ്ഞ് പിച്ചും പേയും പറയാൻ തുടങ്ങി. അപ്പൊ ഡോക്ടേഴ്സും മറ്റുള്ള ഞങ്ങളെല്ലാം ചിന്തിച്ച മരണപ്രാളത്തില മരണത്തോടെടുക്കുന്ന ഒരു പേഷ്യന്റ് പറയുന്നത് പോലെ കുഞ്ഞ് പിച്ചും പേയും പറയാൻ തുടങ്ങി. ഒരു രീതിയിലും ഹല്ലേലൂയ നമുക്ക് ആശ്വസിക്കുവാൻ വകയില്ലാതെ ഞങ്ങളുടെ ദേശം മുഴുവൻ മരണം കാത്തിരിക്കുന്നു പറഞ്ഞാൽ അതുപോലത്തെ അവസ്ഥയില്ല പക്ഷേ അതുപോലെ കുഞ്ഞിന് സീരിയസ് ആയി. പിന്നെ മരുന്ന് കൊടുക്കാതായി, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവസാനം അവിടെ ശരീരം മുഴുവൻ ഒരു വശത്തേക്ക് കൂടി തല ഇങ്ങനെ തല ഇങ്ങനെ ചരിച്ചിട്ടുകൊണ്ട് ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നും ആഹാരം ഒന്നും കഴിക്കാൻ വയ്യാതെ അവസ്ഥയിലായിരിക്കുന്ന സമയം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അക്ഷയ്ക്ക് സീരിയസ് ആണ്, ഏത് സമയത്ത് ഞങ്ങൾ അവളെ ഐസിയുലേക്ക് മാറ്റും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. അമ്മ അടുക്ക നിൽക്കുന്ന അല്പം ആശ്വാസമാണെന്ന് പറഞ്ഞ് യുവദാസി അടുക്ക നിൽപ്പുണ്ട്. ഒരു ഞായറാഴ്ച കുഞ്ഞിന് രാവിലെ മുതൽ ഇങ്ങനെ വായിൽ നിന്ന് ഒരേ മത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുമ്പോൾ ഒരേ മത ഇങ്ങനെ വരുന്നു. ദാസ് പറഞ്ഞു, പെട്ടെന്നൊരു വെയ്സം മേടിച്ചു. ഞാനൊരു ചെറിയ വെയ്സം മേടിച്ചു കൊണ്ട് കൊടുത്തു. ഒരേ മത ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡോക്ടേഴ്സ് വന്ന് നോക്കി, പക്ഷെ അവർക്ക് സീരിയസ് ആയി കിടക്കുന്ന അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ മരണത്തോടെടുത്തു എന്നുള്ളതിന്റെ ആ ഒരു തെളിവ് അതിലേക്ക് വന്ന് ഇങ്ങനെ കിടക്കുന്ന യുവദാസി അടുക്കുന്ന ഇപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ ഓർക്കുന്നു, ഞാൻ കുഞ്ഞിനന്ന് ഇന്ത്യൻ നാഷണൽ ചാരിറ്റി എന്ന് പറയുന്ന ഒരു ചർച്ചുകാര് 10,000 രൂപ അവര് 20,000 രൂപ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് ചാരിറ്റിയുടെ ഒരു ഫണ്ട് തന്നു. ആ ചർച്ചിൽ ചെന്ന് ഞാൻ നന്ദി പറയാൻ വേണ്ടി പാളയത്ത് ഒരു ചർച്ചിലേക്ക് എന്നെ വിളിച്ചു. നന്ദി പറയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ അല്പനേരം വചനം എടുത്ത് സംസാരിക്കാനും നിൽക്കുമ്പോൾ എൻ്റെ മൂത്ത മോന്റെ കോൾ എനിക്ക് ദുരിതരാ എൻ്റെ ഫോണെ വരികയാണ്. ഞാൻ പെട്ടെന്ന് ഞാൻ കുഞ്ഞിനെ അറ്റൻഡ് ചെയ്തപ്പോൾ ഓടി വരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു, കുഞ്ഞിന് സീരിയസ്, അവക്ക് ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുക, അപ്പൊ ഓടി വാ, അവൾ മരിക്കുന്നതിന് മുമ്പ് കാണാൻ ഓടി വരാൻ പറഞ്ഞു. ദേവദാസി നോക്കി നിൽക്കെ ഞാൻ ഒരേ മതയും ഇങ്ങനെ രാവിലെ മുതലേ വന്ന് ഒരു 11:30 കഴിഞ്ഞപ്പോൾ ദേവദാസി നോക്കി നിൽക്കെ കുഞ്ഞിന്റെ ശരീരത്ത് ഫിക്സ് വന്ന് അവിടെ ശരീരം ഒരു സൈഡിലേക്ക് ഓടി. ദേവദാസി അയ്യോ എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കർത്താവിന്റെ ദാസി കരഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഡോക്ടേഴ്സ് ഓടി വന്നു. ദേവദാസിയെ വാർഡിന് പുറത്തേക്ക് ആക്കി. എൻ്റെ മൂത്തമോൻ പുറത്തുനിന്ന് ഓടി വരുമ്പോൾ കർത്താവിന്റെ അക്സമോക്ക് ഒരു ഓക്സിജൻ കൊടുത്ത് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു അനുഭവമാണ്. മൂത്തമോനെ കണ്ടിട്ട് മൂത്തമോൻ ഓടി വരുമ്പോൾ കലയെന്ന് പറഞ്ഞ ഒരു തമിഴ് ഡോക്ടർ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ടുഡേ അല്ലോ ടുമോറോ അക്സ മരിച്ചു പോകും. അതുപോലത്തെ അനുഭവത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞു, അന്ന് മെയിൻ ഡോക്ടർ വരത്തില്ല, ഞായറാഴ്ചയാണ്. മെയിൻ ഡോക്ടറെ അറിയിച്ചപ്പോൾ ഫിക്സിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ, ഒരു വില കൂടിയ ഇഞ്ചക്ഷൻ ആണ്, അത് ഫാർമസിയിൽ നിന്ന് മേടിച്ചു കൊടുക്കണം. പക്ഷെ അത് ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. മോനോട് പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. മോനെ ഒപ്പിട്ട് കൊടുത്തു. മോനുടനെ ചങ്ങനാശ്ശേരിയിലേക്ക് വിളിച്ചു. കുഞ്ഞിനെ ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയാണ്, സീരിയസ് ആയി, അവളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടെ ഡെഡ് ബോഡി കൊണ്ടുപോകുവാൻ വേണ്ടി ആൾക്കാർ RCCയിലേക്ക് വരാൻ തുടങ്ങി. ചങ്ങനാശ്ശേരി പല വീട്ടിലും വിളിച്ചു പറഞ്ഞു, സന്തോഷ് പാസ്റ്റർ മകൾ അച്ഛ മരിച്ചുപോയെന്ന് പല വീടുകളിലും ഫോൺ ചെയ്യുവാനിടയായി. കാരണം അതുപോലെ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടു, അതുപോലത്തെ അവസ്ഥയാ. അവസാനം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഫിക്സിന്റെ മരുന്ന് ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അക്സ മയങ്ങും, ആ മയക്കം അവൾ മരണത്തിലേക്ക് പോകും, പിന്നെ ഉണരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിൽ വെച്ച് കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് വെന്റിലേറ്ററിലാക്കി. ദേവദാസി അടുക്ക നിപ്പുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുവരുമെന്ന് വരുവാൻ 2 മണിക്കൂർ. അവസാനം ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂറിനകം അക്സ മരിക്കുമെന്ന് പറഞ്ഞു. ദേവദാസനെ ഞാൻ പാളയത്തിൽ നിന്ന് ബൈക്കിൽ എങ്ങനെയാണ് ഞാൻ RCC വന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓടി വരുമ്പോൾ എൻ്റെ കുഞ്ഞ് വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന അനുഭവമാണ്. ഞാൻ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഞാൻ വാർഡിൽ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അടുക്ക കാലിൽ ഇങ്ങനെ കൈ തൊട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അവൾക്ക് ഇപ്പോൾ 17 വയസ്സായി, കർത്താവേ അവൾ സ്നാനപ്പെട്ടിട്ടില്ല, നീ അവളെ ഇപ്പോൾ വിളിച്ചാൽ എൻ്റെ കുഞ്ഞ് നിത്യതയിലെത്തത്തില്ല. യേശുവേ അവൾക്ക് ആയുസ് നീട്ടത്തിലെന്ന് ഞാൻ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദേവദാസനെ ഞാൻ പുറകോട്ട് ഞങ്ങളെ പുറത്ത് നിർത്തിയിരിക്കുക. ദേവദാസി മാത്രം അടുക്കൽ 2 മണിക്കൂർ പറഞ്ഞു, കുഞ്ഞ് അവള് മയക്കത്തിലേക്ക് പോകും, പിന്നെ ഉണരത്തില്ല, മരണമാണ് മുൻപിൽ. അങ്ങനെ ഓക്സിജൻ ലെവൽ താഴാൻ തുടങ്ങി. 100-ൽ നിന്ന് 90, 90-ൽ 80, അങ്ങനെ ഓക്സിജൻ ലെവൽ കുഞ്ഞിന്റെ ഓക്സിജൻ ലെവൽ താഴാൻ തുടങ്ങി. കർത്താവിന്റെ ദാസി ബെഡിന്റെ താഴെ മുട്ടുകുത്തി, കർത്താവ് എൻ്റെ കുഞ്ഞിനെ മൂടിക്കെട്ടിക്കൊണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ ദൈവദാസി കരയാൻ തുടങ്ങി.
ഞങ്ങളെ അറിയുന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങള് RCCയുടെ വാർഡിന് പുറത്ത് കർത്താവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് കരയുകയാ. ഏത് സമയത്തും ഡെഡ് ബോഡി പുറത്തു വരാം, അതുപോലത്തെ അവസ്ഥ. മരണം മുഖാമുഖമായി കണ്ടു നിൽക്കുന്ന ആമേൻ ദൈവദാസനെ, അവള് ആ മയക്കം മരണം പോലെ തന്നെ അവസ്ഥയാ. ആ വെന്റിലേറ്റർ എടുത്ത് മാറ്റിയാൽ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ്. അപ്രകാരം ആ അവസ്ഥ 2 മണിക്കൂർ പറഞ്ഞത് വേണ്ട. ഞായറാഴ്ച 11:30 ആമേൻ അവക്ക് ഓക്സിജൻ കൊടുത്ത കുഞ്ഞ് ഏതാണ്ട് രാത്രി വരെ മുൻപോട്ട് നീങ്ങുവാനിടയായി. ദേവദാസി ആഹാരം കഴിഞ്ഞ്, ഞങ്ങൾ ആരും ആഹാരം കഴിക്കാതെ കുഞ്ഞിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവിന്റെ ദാസിയുടെ കണ്ണുനീര് വന്ന് മെയിൻ നേഴ്സ് വന്ന് ഒപ്പിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല അക്ഷയ്ക്കെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസി കണ്ണുനീരോടെ കരന്റെ കുഞ്ഞിനെ മൂടിക്കെട്ടിക്കൊണ്ട് പോകല്ലേ എന്ന് പറഞ്ഞു. ദേവദാസനെ ചങ്ങനാശ്ശേരി ദേശം അവൻ ഞങ്ങളെ അറിയുന്ന ദേവദാസന്മാര് RCCക്ക് പുറത്ത് അന്ന് വന്ന ദേവദാസന്മാരെല്ലാം ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അക്ഷയ ദൈവം വിടിപ്പിക്കണം, അക്ഷയ വിടിപ്പിക്കണം. കർത്താവിന്റെ ദാസനെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഡോക്ടർ എന്നോട് പറഞ്ഞത് വെച്ച് നോക്കിയാൽ ജീവനിലേക്ക് വരാൻ ഒരു ചാൻസും ഇല്ലാതെ ആന്തരിക അവയവത്തിന് കേട് എല്ലാത്തിനും മരണം മാത്രമേ മുൻപിലുള്ളൂ. പക്ഷേ ഞങ്ങൾ ദൈവത്തോട് കരച്ചത്. 147 സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ ദാസനെ, കരയുന്ന കാക്കക്കുഞ്ഞിന്റെ കരച്ചിലിന് കാതോർക്കുന്ന ദൈവം ഞങ്ങളുടെ കരച്ചിൽ കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അവനെ പ്രകാരം അവൻ ഏതാണ്ട് രാത്രി 11:30 സമയം, ടുഡേ അല്ലെ ടുമോറോ എന്ന് ഡോക്ടർ പറഞ്ഞ കറക്റ്റ് ആ ഭാഗത്തേക്ക് വരികയാ. രാത്രി മുഴുവൻ കുഞ്ഞ് ഉണരാതെ, ആ 11:30 മുതൽ ഉണരാതെ മയക്കത്തിൽ കിടക്കുകയാ. ദേവദാസനെ ഞങ്ങളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവദാസി എന്നെ കുഞ്ഞിനെ മൂടിക്കെട്ടിക്കൊണ്ടുപോകുന്ന കരയുവാൻ തുടങ്ങി. ദേവദാസനെ ഏതാണ്ട് അർദ്ധരാത്രി 12 മണി അടുക്കുന്ന സമയം അവൻ മെഡിക്കൽ സയൻസ് ഇനി ഉണരത്തില്ല, മരണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ തലമുറ ദേവദാസനെ അർദ്ധരാത്രിയിൽ ഉണരുവാനിടയായി. അടുത്ത് മുട്ടുകുത്തി ദൈവത്തോട് കരയുന്ന അമ്മയെ കൈ നീട്ടി വിളിച്ചു. ആമേൻ ദേവദാസ അയ്യോ അക്ഷയ എഴുന്നേറ്റേന്ന് പറഞ്ഞ് ഡോക്ടർ റൂമിലേക്ക് ഓടുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്ന് ആമേൻ കുഞ്ഞിന്റെ ഓക്സിജൻ മാറ്റി. എനിക്ക് അല്പം വെള്ളം വേണമെന്ന് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. ഹല്ലേലൂയ. അല്പം കടിഞ്ചായ കുഞ്ഞിനെ കൊടുത്ത് വിട്ട് കിടത്തിയിരിക്കുകയാണ്. നേരം വെളുപ്പിക്കത്തില്ല. എന്ന കർത്താവിന്റെ ദാസനെ ഞാൻ മറ്റീവിലെ പ്രേക്ഷകരോട് പറയട്ടെ, ആമേൻ അർദ്ധരാത്രിയിൽ യേശു RCCക്കകത്ത് ഇറങ്ങി. യേശുദാസനെ RCCക്കകത്ത് യേശു ഞങ്ങളുടെ കരച്ചില് കേട്ടിറങ്ങി. അവൻ ഞങ്ങളുടെ കുഞ്ഞിനെ യേശു തൊട്ട് സൗഖ്യമാക്കി. അവളെ കർത്താവെന്ന് തൊട്ട് സൗഖ്യമാക്കി. ദൈവം അവളെ പുറത്തു കൊണ്ടുവരുവാനിടയായി. രാവിലെ അവിടെ ഓക്സിജൻ മാറ്റി. ആ മേഖലയിലെ സ്തോത്രം. രാവിലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ന്യൂറോ സർജൻ വന്ന് കുഞ്ഞിനെ MRI ചെയ്യാൻ വേണ്ടി. ഇനിയും ഫിക്സ് വന്നതിന് അകത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ടാണോ ഫിക്സ് വന്നത്, അല്ലെങ്കിൽ ഫിക്സ് ഉണ്ടായിട്ട് ബ്ലീഡിങ് വന്നെന്ന് അറിയാൻ വേണ്ടി പേഷ്യന്റ് അങ്ങനെ ഹീമോ പേഷ്യന്റ് അങ്ങനെ സംഭവിക്കുന്നത്. അവസാനം അവർക്ക് ഫിക്സ് വരും. ഫിക്സ് വന്നാൽ ഇന്ത്യയിൽ ബ്ലീഡിങ് ഉണ്ടായി ഇവർ മരിക്കുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അവർക്ക് അറിയത്തില്ല. ഞാനാണ് എൻ്റെ കുഞ്ഞിനെ സ്ട്രെച്ചർ കയറ്റി കിടത്തി അവൻ MRI ചെയ്യുവാൻ വേണ്ടി ഞാൻ RCC 2ാം റൂമിൽ 2ാം നിലയിലേക്ക് കൊണ്ടുപോകുകയാണ്. 2ാം നിലയിൽ കൊണ്ടുപോകും. കുഞ്ഞു മരിച്ചതുപോലെ ഒരു അനുഭവം കിടക്കുകയാണ്. MRI ചെയ്യാൻ കയറ്റിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, പപ്പാ കൂടെ കയറണമെന്ന് പറഞ്ഞു. കാരണം അത് ശക്തമായ ശബ്ദമാണ്, ഒരുപക്ഷെ കുഞ്ഞ് ബോഡി അനങ്ങിയാൽ ഞങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പപ്പാ കൂടെ കയറി നിൽക്കാൻ പറഞ്ഞു. അതൊരു ദൈവപ്രവർത്തിയായിരുന്നു പാസ്റ്ററെ. കാരണം കുഞ്ഞിനെ MRI ചെയ്യാൻ കയറ്റുന്ന റൂമിനകത്ത് ഞാനും കൂടെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന്റെ ദേഹത്ത് ടച്ച് ചെയ്തോന്ന് പറഞ്ഞു. അവിടെ ദേഹത്ത് ടച്ച് ചെയ്തോന്ന്, കാരണം പപ്പ അടുത്തുണ്ടെന്ന് മോക്ക് അറിയണം, അവിടെ കുഞ്ഞ് അവൾ അനങ്ങരുതെന്ന് പറഞ്ഞു. ദേവദാസനെ ഞാൻ ആ ഇരുട്ട് റൂമിനകത്ത് അതിന്റെ അരമണിക്കൂർ നടക്കുന്ന MRI സ്കാന് കുഞ്ഞിനെ ആ റൂമിൽ നിന്ന് അവളെ സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കയ്യേൽ കാലേൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഞാൻ അടുത്ത് നിപ്പുണ്ട്. അന്നപ്പോഴെല്ലാം എൻ്റെ കരച്ചിൽ ഇങ്ങനെയാ, കർത്താവെ അവിടെ ഒരു ഞരമ്പ് പോലും പൊട്ടരുത്, ഒരു ഞരമ്പ് പോലും പൊട്ടരുത്. ഞാൻ ദൈവത്തോട് കരയുവാൻ തുടങ്ങി. ഏതാണ്ട് അരമണിക്കൂറിന് MRI സ്കാൻ കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നു. അതിന്റെ റിസൾട്ട് വേഗത്തിൽ ഡോക്ടർ കളക്ട് ചെയ്ത് റിസൾട്ട് കിട്ടിയപ്പോൾ കർത്താവിന്റെ ദാസനെ, എൻ്റെ കുഞ്ഞിന്റെ ശരീരത്തിലെ ഒരു ഞരമ്പ് പോലും പൊട്ടുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ വിളിച്ച് പറഞ്ഞു, ഡോക്ടർ അവൾക്ക് ഒരു വലത് സൈഡ് പാരലൈസ് ആയി, അവിടെ നടക്കത്തില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ആകും, നിങ്ങൾ അവളെ പെയ്യെ പിടിച്ച് നടത്തണമെന്ന് പറഞ്ഞു. 3.5 മാസം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ RCCന്ന് ആദ്യം അവളെ ഡിസ്ചാർജ് ചെയ്ത് പുറത്ത് കൊണ്ടുവരികയാണ്. ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ബെഥെസ്ദ ഗൈഡൻസിലെ ആ റൂമിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ കർത്താവിന്റെ ദാസനെ ഞാൻ ഇന്നും പറയട്ടെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ എന്ന് പറഞ്ഞാൽ
ഒരു സൈഡ് പാരലൈസ് ആയി, എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന രീതിയിൽ അവസ്ഥ. ഞങ്ങൾ അവളെ പിടിച്ച് നടത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് വെക്കും, അടുത്ത സ്റ്റെപ്പിൽ കുഞ്ഞ് താഴെ പോകും. അതേ അവസ്ഥയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ പറയട്ടെ, ബെഥെസ്ദ ഗൈഡൻസ് ഞങ്ങൾ ആയിരിക്കുന്ന ആ റൂമിനകത്ത് കർത്താവിന്റെ ദാസനെ അക്ഷമോടെ പുതിയൊരു ജീവിതം അവിടെ ആരംഭിക്കുവാനിടയായി. ഞങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അനേകരുടെ പ്രാർത്ഥന നിമിഷം ആ കുഞ്ഞിന്റെ മുടി വളരാൻ തുടങ്ങി, അവിടെ മുഖത്തിന്റെ കളർ മാറാൻ തുടങ്ങി, അവിടെ ശരീരത്തിന്റെ ആരോഗ്യം മടങ്ങി വരാൻ തുടങ്ങി. കുഞ്ഞ് പയ്യെ 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 കൈയടിക്കാൻ തുടങ്ങി, പാടാൻ തുടങ്ങി, പയ്യെ പയ്യെ പിടിച്ചെഴുന്നേൽക്കാൻ തുടങ്ങി. എന്തിനേറെ കുഞ്ഞ് ആ റൂമിന്റെ വരാന്തയിലൂടെ അവള് കമ്പിയെ പിടിച്ച് പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഈ യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി കൊടുത്തതുപോലെ കർത്താവിന്റെ ദാസനെ അക്ഷയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ആ കരം എന്റെ കുഞ്ഞിന്റെ മേൽ വന്നപ്പോൾ കർത്താവിന്റെ ദാസനെ സകലതും അവർക്ക് മടക്കി തന്ന അവസാനം പയ്യപ്പെ അവൾ നടക്കാൻ തുടങ്ങി. 4ാമത്തെ ഹൈഡോസ് കീമോ കഴിഞ്ഞു. ഞങ്ങൾ കുഞ്ഞിനെ വീൽ ചെയർ ഇരുത്തിക്കൊണ്ട് ഡോക്ടർ റൂമിലേക്ക് ചെന്ന് അതിന്റെ റിസൾട്ട്, കീമോ കഴിഞ്ഞ് ബോൺമാരുടെ റിസൾട്ട് ഡോക്ടറുടെ കമ്പ്യൂട്ടറിനകത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കേൾക്കണമോ മോളെ, നിനക്കൊരു രോഗവുമില്ല, നീ പഠിക്കാൻ പൊക്കോ എന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. കർത്താവിന്റെ ദാസനെ മരിക്കുമെന്ന് അതേ റൂമിൽ ഇരുന്ന് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന്, ഒന്നിനും ഒരു രീതിയിലും മെഡിക്കൽ സയൻസ് ഒരു പ്രോഗ്രസീവ് ഇല്ലെന്ന് പറഞ്ഞ് ആ പേഷ്യന്റ് ഒരു രോഗവും ഇല്ലെന്ന് 4ാമത്തെ ബോൺമാരോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് ദൈവം തരുവാനിടയായി. ഞാൻ ചോദിച്ചു, ഡോക്ടറെ അവിടെ ഹൃദയത്തിന്റെ വാൽവിനകത്തെ ഹോള് ഡോക്ടർ പറഞ്ഞത് കേൾക്കണമോ, അതൊക്കെ തനിയെ അടഞ്ഞു പോയെന്ന് പറഞ്ഞു. ഡോക്ടറുടെ ആഗമത്തോടെ പറഞ്ഞത് അത് തനിയെ അടഞ്ഞു പോയി. പക്ഷെ ദേവദാസനെ ദൈവം അതിനെ അടച്ചു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ഹൃദയത്തിന്റെ വാൽവിന് ഹോൾ വീണൊരു പേഷ്യന്റ് ജീവിച്ചിരിക്കാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ ദൈവം അതിനെ അടച്ച് അവളെ ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയായി. 6 കീമോ പറഞ്ഞു, 20 ലക്ഷം രൂപ അവിടെങ്കിൽ ബോൺമാരോ ആ മേഖലയിൽ മജ്ജ മാറ്റി വെക്കാൻ പറഞ്ഞു. കർത്താവിന്റെ ദാസനെ 4 കീമോ ചെയ്തു. 4ാമത്തെ കീമോയിൽ ദൈവം അവൾക്ക് സൗഖ്യം കൊടുത്തു. 20 ലക്ഷം രൂപ മുടക്കി മജ്ജ മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നില്ല. ദൈവം അതിനെ മാറ്റി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം മറ്റു പ്രേക്ഷകരോട് പറയട്ടെ, ഇന്ന് പകൽ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. RCCക്കകത്ത് കർത്താവിന്റെ കരമിറങ്ങി. യേശു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഇന്ന് പകൽ വിടുവിച്ച് നിങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഏത് മാരക രോഗമാണെങ്കിലും വിടുവിക്കുവാൻ കഴിയുന്ന ഒരേശു ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് ഞങ്ങള് വട്ടപ്പാറയിൽ ഞങ്ങളൊരു വീട് തിരുവനന്തപുരം വട്ടപ്പാറ ഞങ്ങളുടെ വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങളിവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു, മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം കുഞ്ഞിന് 4 ഹൈഡോസ് കീമോ കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് എഫക്ട് വന്നു. അതിന്നാണ് അവിടെ മോഷൻ ഭാഗത്ത് മലദ്വാരത്തിൽ ഒരു കുരു വന്ന് പഴുത്തു പൊട്ടു. ഡോക്ടർ പറഞ്ഞു അത് കീമോയുടെ ചൂട് കൊണ്ടുണ്ടാകുന്നതാണ്, എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, അത് പിസ്തുല പോലെ ഉള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളത് മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് അത് സർജനെ കാണിക്കാൻ വേണ്ടി ചെന്നു. ഡോക്ടർ പറഞ്ഞു ഇത് ഇരുന്നാൽ ഇത് പിന്നീട് ക്യാൻസർ ആകും, അതിങ്ങനെ ഒരു കുരുവാ, അത് പഴുപ്പ് ഇങ്ങനെ വരും, പൊട്ടും. ആ കുരു വരുമ്പോൾ കുഞ്ഞിന് പിന്നെ കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ആ സമയത്ത് വലിയ ബേസിനകത്ത് ചൂടുവെള്ളം ആറിച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ട് ബെറ്റാഡിന്റെ ലോഷൻ ഒഴിച്ച് ആ മരുന്ന് വെള്ളത്തിനകത്ത് കുഞ്ഞിരിക്കണം. അതാണ് അനുഭവം. പിന്നെ അത് പൊട്ടി അത് പോകുമ്പോൾ കുഞ്ഞിന് അല്പം പിന്നെയും അടുത്ത സമയം പിന്നെയും ഇങ്ങനെ ഇത് നിരന്തരം. ഡോക്ടർ പറഞ്ഞു ഇത് കീറിക്കളയണം, ഇത് അവിടെ ഇരുന്നാൽ പിന്നീട് ക്യാൻസർ ആകും, അതുകൊണ്ട് കീറിക്കളയണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് MRI എടുക്കാനുള്ള റിസൾട്ട് ദിവസം തന്നു. ഞാനും എൻ്റെ കുഞ്ഞും വൈഫും കൂടെ ഞങ്ങൾ വട്ടപ്പാറന്ന് MRIക്ക് വന്നു. രാവിലെ മുതലേ MRI എടുക്കാൻ വേണ്ടി മരുന്ന് വെള്ളം കുടിച്ച് കുഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയോടകം കുഞ്ഞിന്റെ സമയമായി. ഏതാണ്ട് 3 മണിയടുക്കെ അവിടെ MRI സ്കാനിങ്ങിന് സമയം വന്നപ്പോൾ കുഞ്ഞിന് മുൻപ് ചെയ്ത ആ പേഷ്യന്റ് MRI ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെഷീൻ കേടായി, MRI സ്കാനിങ് മെഷീൻ കേടായി. ഞങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഉടനെ പറഞ്ഞു നിങ്ങൾ അടുത്ത മാസത്തേക്ക് ഡേറ്റ് എടുത്തിട്ട് പൊക്കോ, അടുത്ത മാസം വരാനും. അതുപോലെ തിരക്കാ അവിടെ. അങ്ങനെ അടുത്ത മാസത്തേക്ക് ഡേറ്റ് തന്നു. ഞങ്ങൾ പിന്നെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഞങ്ങൾ വീടിനകത്ത് ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങി. ദേവദാസ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവേ, ദൈവം അവളെ മരണത്തിൽ നിന്ന് വിടുവിച്ചതാ, ഇനി അവളെ കത്തിക്കൊണ്ട് കീറാൻ ദൈവം അനുവദിക്കരുതോ. ഞാനും കർത്താവിന്റെ ദാസി കുഞ്ഞുമ ഞങ്ങൾ വീട്ടിൽ ഉപവസിച്ചു. ഉപവാസ പ്രാർത്ഥന ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ദേവദാസ് പറഞ്ഞു, പപ്പ അല്പം പ്രാർത്ഥിച്ച് അല്പം എണ്ണ തരാൻ പറഞ്ഞു.
ഞാൻ അല്പം എണ്ണ പ്രാർത്ഥിച്ചു. ദേവദാസ് കൈ കൊടുത്തു. ദേവദാസ് റൂമിനകത്ത് കൊണ്ടുപോയി. ദേവദാസ് സ്തോത്രം പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ ആ കുരു വരുന്ന ഭാഗത്ത് ആ പ്രാർത്ഥിച്ച എണ്ണ പുരട്ടി. ദേവദാസനെ അടുത്ത മാസത്തെ MRI ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് MRI എടുത്തു. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അവക്ക് ഓപ്പറേഷൻ വേണ്ട, ആ കുരു അവിടെ ഇല്ല എന്ന് റിസൾട്ട് തരുവാനിടയായി. ഞാൻ പറഞ്ഞത് അക്ഷയുടെ അനുഭവം പറയുന്നത് വലിയ അത്ഭുതമാണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. ഹല്ലേലൂയ. കാരണം ആ ഒരു അത്ഭുതം ദൈവം ചെയ്തത് കൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നത്. കാരണം അതേ അനേക അനുഭവങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ദേശം ഡെഡ് ബോഡി കാത്തിരുന്ന ദേശത്തേക്ക് ഡോക്ടർ പറഞ്ഞു അവളെ ഒന്ന് നാട്ടിലേക്ക് കൊണ്ടൊന്ന് കാണിച്ചോളാൻ പറഞ്ഞു. 2 മാസ്ക് വെക്കണം, ആരും വന്ന് കെട്ടിപ്പിടിക്കരുത്, കാരണം അവൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലല്ലോ, അതുകൊണ്ടൊന്ന് കൊണ്ട് കാണിച്ചോളാൻ പറഞ്ഞു. ഡോക്ടറെ അനുവാദത്തോട് ഞങ്ങൾ നാട്ടിൽ ചെന്നു. യുവദാസനെ ഡെഡ് ബോഡി കാത്തിരുന്ന ചങ്ങനാശ്ശേരി ദേശത്തേക്ക് എൻ്റെ കുഞ്ഞിന്റെ ഹല്ലേലൂയ, സ്തോത്രം, അവളെ ജീവനോടുകൂടി ദൈവം ആ നാട്ടിലെത്തിച്ചു. എന്നാൽ ആ നിലയിൽ പോകാൻ ദൈവം അനുവദിച്ചില്ല. അതേ 2023 ആ 23ന്റെ ലാസ്റ്റ് സമയം ഞാൻ ഇന്ന് ഓർക്കുന്നു. എൻ്റെ കുഞ്ഞ് കർത്താവിനെ അവർ 3 പേരും കർത്താവിനെ പരസ്യമായി ജലത്തിൽ സാക്ഷീകരിച്ച് സ്നാനപ്പെട്ടു. കുഞ്ഞഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന്റെ കൃപ അവളിലേക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ദൈവദാസ ഡോക്ടർ ഞങ്ങളെ 6 മാസത്തെ ചെക്കപ്പിലേക്ക് വിട്ടു. 6 മാസത്തെ ചെക്കപ്പ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ നിനക്കൊരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞു. പതോളജിയിൽ നിന്ന് ഞങ്ങൾ റിസൾട്ട് തന്നു. അവിടെ ബ്ലഡ് എടുത്ത് പതോളജി കൊടുത്തു. പതോളജി ഞങ്ങൾ റിസൾട്ട് തന്നു. അക്സമോക്ക് അസുഖമില്ല എന്ന് RCC ഞങ്ങൾ തിരിച്ച് റിസൾട്ട് തരുവാനിടയായി. കർത്താവിന്റെ ദാസനെ ഇന്ന് ഞങ്ങൾക്ക് 6 മാസത്തെ ഫോളോ അപ്പ് മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞത് ബ്ലഡിന്റെ കൗണ്ട് നോക്കുവാൻ വേണ്ടി മാത്രമാ മോളെ നിന്നെ ഇങ്ങോട്ട് വിടുക, അല്ല നിനക്കൊരു രോഗമില്ല. കഴിഞ്ഞ ജൂൺ മാസം ചെന്നപ്പോൾ ഡോക്ടർ അവളെ കെട്ടിപ്പിടിച്ചു. പറഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. 95% ഈ അസുഖം കുറയാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അവൾക്ക് ആരോഗ്യവും സൗന്ദര്യവും കൊടുത്തപ്പോൾ ഡോക്ടർ അവളെ കെട്ടിപ്പിടിച്ചു. നിനക്ക് ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുവാനിടയായി. കർത്താവിന്റെ ദാസനെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ഇന്ന് ഇങ്ങോടൊപ്പം കീമോ ചെയ്തവർക്ക് ഇന്നും 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കീമോ കഴിഞ്ഞവർക്ക് ടാബ്ലറ്റ് വരുത്തി കഴിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. പക്ഷേ കർത്താവിന്റെ ദാസന് AML വന്ന അനേകർ ഇന്നും ട്രീറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഞാൻ പറയും വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അനേകരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കണ്ണുനീരും. കുഞ്ഞിന് ശരീരത്തിൽ ഇന്ന് അവർക്ക് ഒരു ട്രീറ്റ്മെന്റും ഇല്ല, ഒരു ടാബ്ലറ്റും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. ഹല്ലേലൂയ. 108 സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്നു ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ വർണ്ണിക്കും, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കും. ആ വചനമാണ് കർത്താവിന്റെ ദാസനെ ഇന്നു പകൽ ഞങ്ങൾ ഇവിടെ ഉച്ചരിക്കുവാനിടയാകുന്നത്. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്നു അവന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കും. കർത്താവിന്റെ ദാസനെ അരോമ ടീമിലേക്ക് വരുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരു അവസരമൊരുക്കിയെങ്കിൽ ഇതനേകർ കേൾക്കുമ്പോൾ, അനേകർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുവാണെന്ന് വിളിച്ചു പറയുവാൻ, നിങ്ങളുടെ സകല രോഗത്തിനും സൗഖ്യദായകൻ യേശുവാണെന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ കുഞ്ഞിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പ്രേക്ഷകരോട് ശക്തമായി പറയുവാനിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ അത്ഭുതമാണ് ഞങ്ങളുടെ കുഞ്ഞ് അന്ന് അവള് +1 +2 എഴുതി ജയിച്ച് ഹല്ലേലൂയ തുടർ വിദ്യാഭ്യാസത്തിന് പോകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ അനേക വേദികളിൽ അനേക ഇടങ്ങളിൽ കർത്താവ് അവളെ അത്ഭുത സാക്ഷ്യം പറയുവാൻ കൺവെൻഷൻ വേദികളിലും പ്രാർത്ഥനകളിലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അവിടെ സാക്ഷ്യം മൂടി വെക്കാതെ അനേകരിലേക്ക് എത്തിക്കുവാൻ. അങ്ങനെയെങ്കിൽ ലോകത്തിലെ അനേക പ്രേക്ഷകർ കാണുന്ന അരോമ TVയിലൂടെയും യേശുവിന്റെ അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയുവാൻ, അനേകരിലേക്ക് ഈ അത്ഭുതത്തിന്റെ സാക്ഷ്യം എത്തുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കിയ അരോമ TVയുടെ ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസനും എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നന്ദി ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് ഒരിക്കൽ കൂടി വാക്യം പറയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്നു യഹോവയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ജനമേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ പല കോണുകളിൽ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വീക്ഷിക്കുന്ന എല്ലാ അരോമ TVയുടെ പ്രേക്ഷകരെയും ഞങ്ങൾ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരുപക്ഷെങ്കിൽ യേശുവിനെ രുചിച്ചറിയാത്ത ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ ഈ സാക്ഷ്യം കർത്താവേ ഹല്ലേലൂയ അനേകരിലേക്ക് എത്തുമ്പോൾ എഴുന്നേൽക്കുവാൻ കഴിയാതെ
രോഗശയ്യയിലായിരിക്കുന്ന പേഷ്യന്റ് ആമേൻ ഇത് കേൾക്കുന്നുവെങ്കിൽ, മാരക രോഗത്താൽ അടിമപ്പെട്ട ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ, അല്ല ഇന്ന് പകൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കും, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനെ, സ്വർഗീയമല്ല പിതാവേ, കർത്താവേ, നല്ല ഈ സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോട് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, വിശേഷാൽ മേഖലയിൽ ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്ന എന്റെ കുഞ്ഞിനെ വിടുവിച്ച ആ വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഓരോ പേഷ്യന്റിനെയും ഞങ്ങൾ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാ. കർത്താവെ, അവരായിരിക്കുന്ന റൂമിനകത്ത്, അവരായിരിക്കുന്ന ജീവിത സാഹചര്യത്തിനകത്ത്, അവരായിരിക്കുന്ന നീറുന്ന വിഷയത്തിനകത്ത് ഇന്നു പകൽ യേശുവിന്റെ കരം വെളിപ്പെടുമാറാകട്ടെ. ആമേൻ. യിരെമ്യാവിന്റെ പ്രവചനം 33:6 വാക്യം, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. തൊട്ടു സൗഖ്യമാക്കണം. സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം കൊടുക്കണം. ക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശുവിനെ രുചിച്ചറിയുവാൻ ഈ അവസരത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയെയും അഭിഷിക്തദാസനെയും പ്രേക്ഷകരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പ്രിയ സന്തോഷ്, അതുപോലെ പ്രിയ മകൾ അക്സമോൾ. ഇത്രത്തോളം സമയം അത്ഭുതങ്ങളുടെ ഒരു പരമ്പര അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടുന്നു. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുകയും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തിരുവനന്തപുരം RCC കാൻസർ സെൻ്ററിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന ഒരു സ്ഥലം. സ്തോത്രം. കാരണം ഒരുപാട് കാൻസർ രോഗികൾ യേശുവിനെ അറിഞ്ഞ ഒരു ഇടം, യേശുവിനെ ഉയർത്തിയ ഒരു ഇടം, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഇടം, ലാസറിന്റെ കല്ലറയിൽ നിന്ന് ലാസറിന്റെ ഭവനത്തിലേക്ക് ലാസർ മടങ്ങിപ്പോയതുപോലെ നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ ഈ RCCയിൽ മരണത്തിനും ജീവനും മുഖാമുഖമായി കണ്ട പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി അവരെ തൊട്ട് സൗഖ്യമാക്കിയ ഒരു ഇടമാണ് ആ റീജിയണൽ കാൻസർ സെൻറ്റർ എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമായിട്ടാണ് ഇപ്പോൾ പ്രിയ മകൾ അക്സയുടെ വിടുതൽ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയ പൈതൽ വളരെ ചെറുപ്പം ആയിരിക്കുമ്പോൾ തന്നെ അവൾക്ക് നേരിട്ട ബ്ലഡ് ക്യാൻസർ എന്ന അതീവ ഗുരുതരമായ ആ അനുഭവത്തിൽ നിന്ന് പ്രിയ പൈതലിന് പ്രാർത്ഥനയുടെ പരിണിതഫലമായി ദൈവം കൊടുത്ത വിടുതൽ. പ്രിയ പൈതലിനോടൊപ്പം ആ റൂമിലുണ്ടായിരുന്ന അനേകര് മരണം വഴിയായി മാറ്റപ്പെട്ട കാര്യം പറയുകയുണ്ടായി. എന്നാൽ അവരെക്കാളൊക്കെ ഗുരുതരമായ രോഗവുമായിട്ടാണ് അക്സ അവിടെ ചെന്നത്. ആ പ്രിയപ്പെട്ടവരൊക്കെ മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരുടെ മുൻപിൽ ജീവനുള്ളവളായി, സൗഖ്യമുള്ളവളായി, ആരോഗ്യമുള്ളവളായി, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരാളായി മാറത്തക്കവണ്ണം ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ, അവിടെ പന്തിയിൽ ഭോജനം കഴിക്കുവാൻ ഇരുന്നെന്ന് പറഞ്ഞതുപോലെ പൈതലിനെ കർത്താവ് ആമേനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇതൊരത്ഭുത സാക്ഷ്യം. സ്തോത്രം. അവൾക്ക് ബ്ലഡ് ക്യാൻസർ മാത്രമായിരുന്നില്ല, രോഗങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു പ്രിയ പൈതലിനെ അലട്ടിക്കൊണ്ടിരുന്നത്. ചെറിയ രോഗമൊന്നും ആയിരുന്നില്ല. മഞ്ഞപ്പിത്തം, ലിവറിനകത്ത് ഇൻഫെക്ഷൻ
ലങ്സിനകത്ത് ഇൻഫെക്ഷൻ, അതുപോലെ അവൾക്കുണ്ടായ ഡെങ്കിപ്പനി, പിന്നെ കുരു, അങ്ങനെ തുടങ്ങിയ അതെ പല രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രിയ പൈതലിനെ അലട്ടി. അവളുടെ ജീവിതത്തെക്കുറിച്ച് ഡോക്ടർമാർക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാരണം അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്യാവുന്ന ചികിത്സകളൊക്കെ ചെയ്തു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പക്ഷേ മറുവശത്ത് ഒരു കൂട്ടം ദൈവമക്കള് പൈതലിന് വേണ്ടി ആമേൻ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്തോത്രം. ആമേൻ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നിങ്ങനൊരു സാക്ഷ്യം പറയുവാൻ ഒരാൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഇതുപോലൊരു ദൈവം വേറെ ആരുമില്ല. സ്തോത്രം. ഈ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, അടുത്തറിയുവാൻ കുറച്ചു പേർക്കൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. പ്രിയ അക്സമോക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. സന്തോഷ് വാർഷിക കുടുംബത്തിന് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. പ്രിയമോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നീ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, മിടുക്കിയായി ഇരിക്കുന്നു എന്ന് അറിയുന്നതിൽ, കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിന്റെ പ്രായത്തെ കവിഞ്ഞ ആ ഒരു അഭിഷേകം, ഒരു കൃപ ദൈവം നിന്റെ മേലെ പകർന്നിരിക്കുന്നു എന്ന് കാണുവാൻ കഴിഞ്ഞു. നിന്റെ വാക്കുകള് ഒരുപാട് പേരെ ജീവിപ്പിക്കും. നിന്റെ വാക്കുകള്, നിന്റെ സാക്ഷ്യം ഒരുപാട് പേർക്ക് ബലമായിരിക്കും. നിന്റെ വാക്കുകൾ, നിന്റെ ജീവിതം ഒരുപാട് പേരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ മുഖാന്തരമായി തീരും. സ്തോത്രം. ഒരുപക്ഷെങ്കിൽ ആ ഹോസ്പിറ്റല് ഡോക്ടർമാർ പറഞ്ഞതുപോലെ, ചങ്ങനാശ്ശേരിക്കാർ പ്രതീക്ഷിച്ചതുപോലെ, നാട്ടുകാരും വീട്ടുകാരും ഭാവനയിൽ കണ്ടതുപോലെയൊക്കെ സംഭവിച്ചിരുന്നു എങ്കിൽ ഇന്ന് എങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ദൈവം മറ്റൊന്നാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ദൈവം എന്ത് നിശ്ചയിച്ചോ അത് സംഭവിക്കും, അത് മുന്നോട്ട് പോകും. സ്തോത്രം. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പറയുവാൻ പ്രിയ മോളെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രിയ പൈതലിനെ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. മോൾക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം മോളുടെ പപ്പ സന്തോഷ് ഫാസ്റ്ററുടെ സാക്ഷ്യം അരോമ TV പ്രസ്താവിക്കുകയുണ്ടായി. കണ്ണുനീരോടെ അല്ലാതെ ആ സാക്ഷ്യവും കേൾക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ അത് അരോമ TV കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് കേട്ടവരെല്ലാം കമന്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്, കണ്ണുനീരോടെ അല്ലാതെ ഈ സാക്ഷ്യവും കേൾക്കാൻ കഴിയത്തില്ല എന്ന്. സ്തോത്രം. അത്രയേറെ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരാണ് ഈ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്നത്. സ്തോത്രം. പ്രിയ സന്തോഷ് പാസ്റ്ററുടെ ആ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ള ആ അനുഭവങ്ങൾ, അത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായ സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടു. പിശാച് കടത്തിവിട്ടു, പക്ഷെ ദൈവം കൂടെയിരുന്നു. ആമേൻ. ദൈവത്തിന്റെ കരം കൂടെയിരുന്നു. അതുകൊണ്ട് ആമേൻ, ഒരു പൊന്ന് പുറത്തു വരുന്നത് പോലെ ആമേൻ, പ്രിയ കർത്താവിന്റെ ദാസന്, പ്രിയ പൈതല് പൊന്നുപോലെ ശോധന ചെയ്യപ്പെട്ട് എല്ലാവിധമായ ലോകപ്രകാരമുള്ള കുറവുകളും മലിനതകളും ഒക്കെ മാറി സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപാകെ മനോഹരമായി ഇന്ന് കർത്താവിന് വേണ്ടി പ്രകാശം പരത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ ഒരുപാട് പേരെ കർത്താവിനോട് ഉറപ്പിക്കുവാനും മുഖാന്തരമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസനോടുള്ളതായ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. അരോമ TV പ്രേക്ഷകരെ, നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടല്ലോ.
പ്രിയ ആക്സാമോളുടെ സാക്ഷ്യം, പ്രിയ സന്തോഷ് പാസ്റ്ററുടെ സാക്ഷ്യം, അവരുടെ വാക്കുകൾ വെറും വാക്കുകളല്ല, ഒരു കെട്ടുകഥയല്ല, ജീവിതത്തിൽ അവരനുഭവിച്ച് അവർ കടന്നുപോയ ജീവിക്കുന്ന സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ സാക്ഷ്യമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പല സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന, ഇന്നും പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും എല്ലാവരും പ്രതീക്ഷ കൈവിട്ട് അവർക്ക് നമുക്ക് തരാൻ പറ്റുന്നത് ഒരു ശവപ്പെട്ടിയോ ആൾക്കാർക്ക് വന്നിരിക്കാൻ കുറച്ച് കസേരയോ ഒരു പന്തലോ ഒക്കെ അവർക്ക് തരാൻ പറ്റുന്നത്. ഇതാണ് അവസാനം അവരൊക്കെ ചെയ്യുന്ന പ്രക്രിയകൾ. അതൊക്കെ അവർ ചെയ്ത് ഇങ്ങനെ ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ ജീവൻ പ്രാപിച്ച ലാസർ പുറത്തിറങ്ങി വരുന്നത് പോലെ ചില പ്രിയപ്പെട്ടവർ മരണത്തിൽ നിന്ന്, ശവക്കുഴികളിൽ നിന്ന് ജീവൻ പ്രാപിച്ച് പുറത്തിറങ്ങി വരും. അതാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. ഉണങ്ങിയ അസ്ഥികളെ, ഒടിഞ്ഞ അസ്ഥികളെ ഉല്ലസിക്കുമാറാക്കുന്നവൻ, എഴുന്നേറ്റ് നിൽക്കുമാറാക്കുന്നവൻ, ഒരു സൈന്യമാക്കുന്നവൻ. ആമേൻ. നമ്മുടെ കർത്താവ്, അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്നു. ആകയാൽ നമുക്ക് എവർക്കും വിശ്വസിക്കാം, നമുക്ക് ഏറ്റുപറയാം. കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. എല്ലാവരുടെയും അവസാന ഒരു ഇടമാണ് ഈ RCC എന്നൊക്കെ പറയുന്നത്. സ്തോത്രം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മറ്റൊരു രീതിയിലാണ് പുറത്തു വരുന്നത്. പക്ഷെ അവിടെ നിന്നും ജീവനോടെ പുറത്തു വന്ന, ആരോഗ്യത്തോടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ ദൈവം ചിലരെ തീച്ചൂളയിൽ നിന്ന്, ഹനന്യ, വസരിയേൽ, മിശായേൽ പ്രിയ യൗവനക്കാരെ കൊണ്ടുവന്നതുപോലെ, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയലിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ചിലരെ ഈ അനുഭവത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന് കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അവരെയൊക്കെ ഉപയോഗിച്ച ചരിത്രം നമ്മൾക്കറിയാം. അതുപോലെ ഈ പ്രിയപ്പെട്ടവരെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും ആമേൻ ഇതുപോലെ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നു എന്ന് നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു നിങ്ങളെ തൊടുന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതും ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടേക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം നിങ്ങൾ ഏറ്റുപറയൂ, ആ വചനം നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയൂ. യേശു നിങ്ങളെ സൗഖ്യമാക്കും. വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ട്, ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ്, നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് കർത്താവിനെ നിങ്ങൾ ഉയർത്തു. നിങ്ങൾ സൗഖ്യത്തോടെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരും, ICUവിൽ നിന്ന് പുറത്തു വരും, RCCയിൽ നിന്ന് പുറത്തു വരും. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് ബലപ്പെടട്ടെ. ദൈവനാമം മഹിമപ്പെടും. മാത്രമല്ല, നിങ്ങളുടെ എവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം
പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.